നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കുറ്റവാളി, മെക്സിക്കോയിൽ സൈന്യം കൊലപ്പെടുത്തിയ കുപ്രസിദ്ധ മയക്കുമരുന്ന് മാഫിയ തലവൻ എൽ പാഞ്ചോയെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കൊക്കൈൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കയറ്റുമതി ചെയ്താണ് എൽ മാഞ്ചോയുടെ മയക്കുമരുന്ന് കാർട്ടൽ കൂടുതൽ ശക്തിയാർജിച്ചത്. ലോകം ഭയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് സാമ്രാജ്യമാണ് എൽ മാഞ്ചോ രൂപീകരിച്ചത്. ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ CJNG എന്ന ശക്തമായ മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ തലവൻ. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മെക്സിക്കൻ പട്ടണമായ തപാൽപ്പയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് എൽ മാഞ്ചോ കൊല്ലപ്പെടുന്നത്. ഈ മയക്കുമരുന്ന് കാർട്ടലിന്റെ ആസ്ഥാനമായ ജാലിസ്കോയിലെ പട്ടണമാണ് തപാൽപ്പ. അവിടെ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിൽ എൽ മാഞ്ചോ കൊല്ലപ്പെടുന്നു. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ എൽ മാഞ്ചോയെ പിന്നീട് ആശുപത്രിയിലേക്ക് നീക്കുമ്പോഴാണ് അയാൾ മരണപ്പെട്ടത്. ഈ ഏറ്റുമുട്ടലിൽ മാഫിയ സംഘത്തിൽ നിന്ന് 10 പേർ കൊല്ലപ്പെട്ടു. മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ സൈന്യം പിടിച്ചെടുത്തു. അത്യാധുനിക കവചിത വാഹനങ്ങളും റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് സൈന്യം കസ്റ്റഡിയിലെടുത്തത്. എൽ മാഞ്ചോയുടെ വളർച്ച മുതൽ ഒടുവിൽ മരണം വരെ അതൊരു വല്ലാത്ത കഥയാണ്. മെക്സിക്കോ മയക്കുമരുന്ന് കാർട്ടലുകളിൽ ഏറ്റവും ശക്തമായി എൽ മാഞ്ചോ വളർന്ന കഥ. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്നു എന്ന് തുടർച്ചയായി ട്രംപ് ആരോപണമുയർത്തി. മയക്കുമരുന്ന് കാർട്ടലുകളെ നിർവീര്യമാക്കിയില്ല എങ്കിൽ മെക്സിക്കോയ്ക്ക് നേർക്കും ആക്രമണമുണ്ടാകുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പ്. എൽ മാഞ്ചോയെ വധിച്ച സൈനിക നടപടി പൂർണ്ണമായും മെക്സിക്കൻ അധികൃതരുടെ മേൽനോട്ടത്തിലാണ്. എന്നാൽ ട്രംപിന്റെ ഭീഷണിയെ തുടർന്നാണ് അവർ ഇത്ര ശക്തമായ ഒരു തീരുമാനത്തിലെത്തിയത്. എൽ പാഞ്ചോയെ സംബന്ധിച്ച കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ അപ്പോൾ അമേരിക്ക മെക്സിക്കൻ സൈന്യത്തിന് കൈമാറി. മെക്സിക്കൻ സൈനിക നീക്കത്തിന് എല്ലാവിധ സഹകരണവും അമേരിക്ക നൽകി എന്ന് അമേരിക്കൻ അധികൃതർ പറയുന്നു. അതിനുവേണ്ട ഇന്റലിജൻസ് സഹായങ്ങൾ തങ്ങൾ പൂർണ്ണമായി കൈമാറിക്കൊണ്ടിരുന്നു. മെക്സിക്കോയുടെയും US-ന്റെയും ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു എൽ മാഞ്ചോ. എൽ മാഞ്ചോ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ മെക്സിക്കോയിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ അക്രമികൾ കത്തിച്ചു. എൽ മാഞ്ചോയെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ തെരുവുകളിലിറങ്ങി വലിയ കലാപമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അക്രമികൾ നിരവധി വാഹനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും തീയിട്ടു. സൈനിക നീക്കം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് എൽ മാഞ്ചോ അനുകൂലികൾ ഇപ്പോൾ തെരുവുകൾ കൈയടക്കിയിരിക്കുന്നത്. റോഡുകളും തെരുവുകളുമൊക്കെ അക്രമികൾ കീഴടക്കി. സംഘർഷം അതിരൂക്ഷമാണ്. മെക്സിക്കോയിലെ മിക്ക വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കി. മെക്സിക്കോയിലെ കുപ്രസിദ്ധ ക്രിമിനൽ സംഘമായ മിലേനിയ കാർട്ടലിൽ നിന്ന് വേർപിരിഞ്ഞവർ പിന്നീട് രൂപം നൽകിയ സംഘമാണ് CJNG. 2010 ഈ മാഫിയ ക്രിമിനൽ സംഘം രൂപീകരിക്കുന്നത്. പിന്നീട് അതിവേഗം മെക്സിക്കോയിലെ കുപ്രസിദ്ധ ലഹരിക്കടത്ത് കേന്ദ്രമായി ഇവർ മാറി. US-ലും യൂറോപ്പിലും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലും ഇവരുടെ വേരുകൾ ഇപ്പോൾ പടർന്നു കിടക്കുന്നു. പടിഞ്ഞാറൻ മെക്സിക്കോയിലെ ജാലിസ്കോ ആസ്ഥാനമാക്കിയാണ് CJNG-യുടെ പ്രവർത്തനം. മെക്സിക്കോയും US-ഉം പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച കുപ്രസിദ്ധനാണ് എൽ മാഞ്ചോ. മെക്സിക്കോയിലെ കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനായ എൽ ചാപ്പോ ഗുഡ്സ്മാന്റെ സംഘവുമായി CJNG നടത്തിയ ഏറ്റുമുട്ടലുകൾ നേരത്തെ വലിയ വാർത്തയായിരുന്നു. ഒരു രാജ്യത്തിന്റെ അർദ്ധസൈനിക വിഭാഗത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് എൽ മാഞ്ചോ ഉൾപ്പെടെയുള്ള മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം. ഇതിൽ മാഞ്ചോയുടെ സംഘം പ്രവർത്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായി. ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്കായി കവചിത വാഹനങ്ങൾ ഉൾപ്പെടെ സംഘത്തിനുണ്ട്. സംഘത്തിലേക്ക് പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലും ഇവർക്കേറെ വ്യത്യാസങ്ങൾ. ഇവർ തങ്ങളുടെ സംഘാംഗങ്ങൾക്ക് നൽകുന്ന പരിശീലനത്തെക്കുറിച്ച് നേരത്തെ മെക്സിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മനുഷ്യമാംസം വെട്ടിനുറുക്കി അത് കഴിക്കുന്നതടക്കമുള്ള ക്രൂരമായ പ്രവൃത്തികളാണ് ഇവർ പരിശീലന മുറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊടുംക്രൂരരായ ഇവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും പതറാതിരിക്കാനാണ് ഇത്തരം പരിശീലനം. ആദ്യം മനുഷ്യനെ വെട്ടിനുറുക്കാനും പിന്നീട് മനുഷ്യമാംസം കഴിക്കാനുമാണ് ഇവർ പരിശീലിക്കുന്നത്. 3-4 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന കാലയളവിൽ പല തവണകളായി മനുഷ്യമാംസം ഭക്ഷിക്കാൻ അംഗങ്ങൾ നിർബന്ധിതരാകും. തങ്ങളുടെ ബോസിന്റെ മുന്നിൽ വെച്ചാണ് ഇവർ മനുഷ്യമാംസം ഭക്ഷിക്കേണ്ടത്. ഇതിൽ നിന്നൊരു കഷ്ണം തിരഞ്ഞെടുത്ത് അത് ഭക്ഷിക്കണം. ഇഷ്ടക്കേട് കാണിക്കുകയോ ഛർദ്ദിക്കുകയോ ചെയ്താൽ ക്രൂരമായ മർദ്ദനത്തിന് ഇവർ വിധേയരാകും. സമീപ വർഷങ്ങളിൽ മെക്സിക്കോയിലെ ഏറ്റവും ശക്തമായ ക്രിമിനൽ സംഘമായി ഇവർ വളർച്ച നേടിയിരുന്നു. ഇപ്പോൾ തടവിൽ കഴിയുന്ന
മയക്കുമരുന്ന് മാഫിയ തലവൻ എൽ ചാപ്പോയുടെ സംഘത്തിൻ്റെ അത്ര പ്രശസ്തിയിലേക്ക് ഇവർ വളർന്നിട്ടില്ല. എന്നാൽ അവരെക്കാൾ അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഇവർ അവലംബിച്ചത്. അൾട്രാ വയലൻസ് എന്നത് എൽ പാഞ്ചോയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ജാലിസ്കോ സംസ്ഥാനം ആസ്ഥാനമാക്കിയാണ് ഈ കാർട്ടൽ പ്രവർത്തിച്ചിരുന്നത്. ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെ ഇവർ പലപ്പോഴും സൈന്യത്തിന് നേർക്ക് ആക്രമണങ്ങൾ നടത്തി. റോഡുകളിൽ നിന്ന് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കാനും ഈ കാർട്ടലിന് കഴിഞ്ഞിരുന്നു. മൈനുകൾ സ്ഥാപിക്കുന്നതിലും ഇവർ പൈനിയറാണ്. 59-കാരനാണ് എൽ പാഞ്ചോ. യഥാർത്ഥ പേര് നെമസിയോ റൂബൻ ഒസഗുര സർവാൻസ്. 2015 എൽ പാഞ്ചോയെ കീഴടക്കുന്ന തലത്തിൽ അന്ന് സൈന്യം വിജയിക്കുന്ന ഘട്ടത്തിലെത്തി. എന്നാൽ കാർട്ടൽ ഗുണ്ടാ സംഘം സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ വെടിവെച്ച് വീഴ്ത്തി. 2020 മെക്സിക്കോ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഗ്രനേഡുകളും ഉയർന്ന ശക്തിയുള്ള റൈഫിളുകളും ഉപയോഗിച്ച് അന്നത്തെ പോലീസ് സേനയുടെ തലവനെ അവർ കീഴ്പ്പെടുത്തിക്കളഞ്ഞു. US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഈ കാർട്ടലിനെ സിനലോവ കാർട്ടലിനെ പോലെ ശക്തമാണ് എന്ന് കണക്കുകൂട്ടുന്നു. എൽ ചാപ്പോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് കാർട്ടലാണ് സിനലോവ. എൽ പാഞ്ചോയുടെ കാർട്ടലിന് US-ലെ 59 സംസ്ഥാനങ്ങളിലും സാന്നിധ്യമുണ്ട് എന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. US വിപണിയിലേക്ക് കൊക്കെയിൻ വിതരണം ചെയ്യുന്ന മുഖ്യ മയക്കുമരുന്ന് കാർട്ടലുകളിൽ ഒന്നാണ് എൽ പാഞ്ചോയുടേത്. എൽ പാഞ്ചോ 1990 മുതൽ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് വരുന്നു. വളരെ ചെറുപ്പത്തിൽ US-ലേക്ക് അയാൾ കുടിയേറിയിരുന്നു. അവിടെ കാലിഫോർണിയയിൽ വെച്ച് എൽ പാഞ്ചോ അമേരിക്കൻ പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും പിന്നീട് തടവിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. അമേരിക്കയിൽ ഹെറോയിൻ വിതരണം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതിനാണ് അന്ന് എൽ പാഞ്ചോ ശിക്ഷിക്കപ്പെട്ടത്. 3 വർഷം ജയിൽ ശിക്ഷ അമേരിക്കയിൽ അനുഭവിച്ചതിന് ശേഷം എൽ പാഞ്ചോ നേരെ മെക്സിക്കോയിലേക്ക് മടങ്ങിയെത്തിയ എൽ പാഞ്ചോ പിന്നീട് നാച്ചോ കൊറേണൽ എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് കാർട്ടലുമായി ബന്ധപ്പെട്ടു. ഈ കാർട്ടലിന്റെ തലവൻ വില്യാരിലിന്റെ മരണശേഷം 2007 ഇവർ പുതിയ കാർട്ടലിന് രൂപം കൊടുത്തു. എൽ പാഞ്ചോ എന്നറിയപ്പെടുന്ന നെമാസിയോ റൂബൻ ഒസഗുവേര സെർവാൻസിനെ അറസ്റ്റ് ചെയ്യുന്നതിനോ പിടികൂടുന്നതിനോ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് അമേരിക്ക വാഗ്ദാനം ചെയ്തത് $15 ബില്യൺ. ജാലിസ്കോയുടെ തലസ്ഥാനമായ ഗ്വാഡലജാര എന്ന പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും ഒരു ശവപ്പറമ്പിന് സമാനമാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് സെർവാൻസ് എന്ന എൽ പാഞ്ചോ. പടിഞ്ഞാറൻ സംസ്ഥാനമായ മൈക്യോബാക്കനിലെ കുപ്രസിദ്ധമായ ഒരു ദരിദ്ര ഗ്രാമത്തിൽ സെർവാൻസ് 1966 ജനിച്ചു. ആദ്യകാലത്ത് അവക്കാഡോ കൃഷിയിടത്തിൽ ഒരു തൊഴിലാളിയായി അയാൾ തന്റെ ജീവിതം ആരംഭിച്ചു. പിന്നീടാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതും അവിടെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുത്തതും. ചെറിയ കാലയളവിനുള്ളിൽ എൽ പാഞ്ചോയുടെ മയക്കുമരുന്ന് കാർട്ടൽ വലിയൊരു ശക്തിയായി മെക്സിക്കോയിൽ മാറി. ഇതിനിടയിൽ എൽ ചാപ്പോ ഉൾപ്പെടെയുള്ളവരുടെ മയക്കുമരുന്ന് കാർട്ടലുകൾ ഏറെ ദുർബലമായി. പലപ്പോഴും സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥയും സെർവാൻസ് ലോകത്തോട് പറഞ്ഞു. തങ്ങളുടെ ശത്രുക്കളുടെ ശിരച്ഛേദം ചെയ്യുന്നതിൽ ഏറെ കുപ്രസിദ്ധരാണ് എൽ പാഞ്ചോയുടെ മാഫിയ സംഘം. 2015 മാത്രം 6 ആഴ്ചകൾക്കുള്ളിൽ അധികാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പടിഞ്ഞാറൻ മെക്സിക്കോയിൽ 24 പോലീസ് ഉദ്യോഗസ്ഥരുടെ തല ഇവർ അറുത്തുമാറ്റി. ഒരു വശത്ത് മെക്സിക്കോയിലെ ജഡ്ജിമാരുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി കാർട്ടലുകൾക്കുള്ള ബന്ധം. പോലീസ് ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ ഇവരുടെ പേറോളിൽപ്പെട്ടവർ. സ്ഥിരമായി തങ്ങൾക്ക് കിട്ടുന്ന വിഹിതം എത്തിച്ചു കൊടുക്കുന്നതിലും ഇവർ കുപ്രസിദ്ധരാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതരായി ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ കഴിഞ്ഞിരുന്നു. ഒരു വശത്ത് സൈന്യം, മറുവശത്ത് മയക്കുമരുന്ന് കാർട്ടലുകളുടെ പീഡനം. പലപ്പോഴും മനുഷ്യാവകാശ പ്രവർത്തകർക്ക് അവിടെ ജീവിക്കാൻ നിർവാഹമില്ലാതെയായി. നിയമവിരുദ്ധ കൊലപാതകങ്ങളും നിർബന്ധിത തിരോധാനങ്ങളുമൊക്കെ അവിടെ പതിവാണ്. 2014 ഗൊറോറ സംസ്ഥാനത്ത് മാത്രം 43 വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മെക്സിക്കോ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് കാർട്ടലുകളുമായി അമേരിക്ക സജീവ ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന ആരോപണവും ശക്തമാണ്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് അടുത്ത കാലത്ത് ഏറ്റവും ശക്തമായി മാറിയിരുന്നു. വാഹനങ്ങളിലോ കപ്പലുകളിലോ മയക്കുമരുന്ന് ഒളിപ്പിക്കുകയും പിന്നീട് അത് അമേരിക്കയിൽ എത്തിക്കുകയുമായിരുന്നു ഈ കാർട്ടലുകളുടെ ലക്ഷ്യം. ഭൂഗർഭ തുരങ്കങ്ങൾ വഴി അമേരിക്കയുടെ മിക്ക ഭാഗങ്ങളിലും മയക്കുമരുന്ന് യഥേഷ്ടം എത്തിക്കാൻ മെക്സിക്കോയിൽ നിന്ന് ഈ കാർട്ടലുകൾക്ക് കഴിഞ്ഞു. റോഡുകളോ ചെറുവിമാനങ്ങളോ ഉപയോഗിച്ച് അതിർത്തി തടസ്സങ്ങൾക്ക് മുകളിലൂടെ പറക്കുക,
പിന്നീട് മയക്കുമരുന്ന് പാക്കറ്റുകൾ സുരക്ഷിതമായി അമേരിക്കൻ മണ്ണിലേക്ക് ഇറക്കുക. 1970-കൾ മുതൽ മെക്സിക്കോയിലെ കാർട്ടലുകളെ നിർവീര്യമാക്കാൻ അമേരിക്ക ചെലവിട്ടത് $1 ട്രില്യൺ. 1980-കളുടെ അവസാനത്തിൽ കൊളംബിയൻ കാർട്ടലുകളെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. കരീബിയൻ ശൃംഖലകളെ പൂർണ്ണമായി നിർവീര്യമാക്കി. ഈ കാലഘട്ടത്തിൽ മെക്സിക്കൻ കാർട്ടലുകൾ തങ്ങളുടെ വലിയ പങ്ക് വഹിക്കാൻ തുടങ്ങി. മെക്സിക്കോയെ വിറപ്പിച്ച സിനലോവ എന്ന മയക്കുമരുന്ന് കാർട്ടൽ, ഈ കാർട്ടലിൽ നിന്ന് വിഘടിച്ച് മറ്റു ചെറുസംഘങ്ങൾ പിന്നീട് രൂപീകരിക്കപ്പെട്ടു. പിന്നീട് ജിയു, ഗൾഫ് കാർട്ടൽ, ജുവരാസ് കാർട്ടൽ തുടങ്ങി നിരവധി മാഫിയ സംഘങ്ങൾ അവിടെ വേരുപിടിച്ചു. എൽ പാഞ്ചോയെ സൈന്യം കൊലപ്പെടുത്തിയതോടെ രാജ്യം കലുഷിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇയാളുടെ അനുയായികൾ രാജ്യമാകെ ഇപ്പോൾ കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആരാകും എൽ പാഞ്ചോയുടെ പിൻഗാമി എന്ന ചോദ്യം മെക്സിക്കൻ മാധ്യമങ്ങൾ ഉയർത്തുന്നു. എൽ പാഞ്ചോയുടെ മകൾ തന്നെയാവും ഇനി ഈ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നുവരിക എന്നാണ് മെക്സിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. 1996-ൽ റൊസാലിൻഡ ഗോൺസാലസ് വലേൻസിയ എന്ന സ്ത്രീയെ എൽ പാഞ്ചോ വിവാഹം ചെയ്തിരുന്നു. CJNGയുടെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് എൽ പാഞ്ചോയുടെ ഈ ഭാര്യ. 2018-ൽ ഇരുവരും വിവാഹബന്ധം വേർപെടുത്തി. ഇവർക്ക് 3 മക്കൾ. ഇവരിൽ ജെസീക്ക എന്ന മകൾ എൽ പാഞ്ചോയുടെ പിൻഗാമിയാകുമെന്നാണ് മെക്സിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ എൽ പാഞ്ചോയുടെ മകൾ ജെസീക്ക ജനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് US-ൽ നിന്ന് മെക്സിക്കോയിലേക്ക്. US-ലും മെക്സിക്കോയിലുമായി അവർക്ക് ഇരട്ട പൗരത്വമുണ്ട്. 39 വയസ്സാണ് ഇവൾക്ക്. പിതാവിൻ്റെ മയക്കുമരുന്ന് കാർട്ടലുമായി വളരെ അടുത്ത ബന്ധം. ഇതുമായി ബന്ധപ്പെട്ട് US-ൽ 30 മാസത്തെ ജയിൽ ശിക്ഷ മുൻപ് അനുഭവിച്ചിട്ടുമുണ്ട്. 2020-ൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ജെസീക്ക അറസ്റ്റിലായി. തുടർന്നാണ് 30 മാസം അമേരിക്കൻ ജയിലിൽ കിടന്നത്. അന്ന് ജെസീക്കയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായി അവർ അംഗീകരിച്ചിരുന്നു. ഫെബ്രുവരിയിലെ ഒരു വലിയ നോമ്പ് ദിവസമാണ് ജെസീക്ക അന്ന് അറസ്റ്റിലായത്. ആ സമയം നോമ്പിൻ്റെ ഭാഗമായി ചാരം കൊണ്ട് വരച്ച കുരിശടയാളം ജെസീക്കയുടെ നെറ്റിയിലുണ്ടായിരുന്നു. കടുത്ത മതവിശ്വാസിയാണ് ഒരു വശത്ത് ജെസീക്ക. എന്നാൽ ഏതൊരു നിഷ്ഠൂര പ്രവൃത്തിക്കും അവൾക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് കാർട്ടൽ എങ്ങനെ പൂർണ്ണമായി നിർവീര്യമാക്കും മെക്സിക്കൻ അധികൃതർ എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.